എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ ദേവനെക്കുറിച്ചാണ്. പലർക്കും അറിയാമായിരിക്കും, ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ ദേവനെന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അപ്പോൾ ചൊവ്വ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർ, അപ്പോൾ ചൊവ്വയുടെ കാരകത്വങ്ങൾ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാഹസിക പ്രവൃത്തികൾ, വീഴ്ച, മുറിവ്, അഗ്നിബാധ, അതുപോലെ പെട്ടെന്നുള്ള പ്രതികരണം, മുൻകോപം, ഇതിൻ്റെയൊക്കെ ആളാണ് ചൊവ്വയെന്ന് പറയുന്നത്. കാരകത്വങ്ങളുള്ള ഗ്രഹമാണ് ചൊവ്വയെന്ന് പറയുന്നത്. അപ്പോൾ ആ ചൊവ്വ ദോഷസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ അപകടങ്ങൾ, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയൊക്കെ ചിലപ്പം വരാം. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ, ചൊവ്വയെന്ന് പറഞ്ഞാൽ ഒരു പാപഗ്രഹത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ ഭാവത്തിൽ നിന്നാൽ, അല്ലെങ്കിൽ 7ാം ഭാവത്തിൽ നിന്നാൽ ചൊവ്വ ദോഷമെന്നൊക്കെ പറയാറുണ്ട്. നമ്മളങ്ങനെ ചൊവ്വ ദോഷമെന്നൊന്നും സങ്കല്പിക്കേണ്ട കാര്യമില്ല. ചൊവ്വ വിവാഹത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പാപഗ്രഹം വിവാഹത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അതുപോലെ തന്നെ അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ ചൊവ്വ നിന്നാലും ദോഷമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് ചൊവ്വ ദോഷമായിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ട കാര്യമില്ല. വിവാഹത്തിൻ്റെ ഭാവത്തിലൊക്കെ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പാവഗ്രഹമായതുകൊണ്ട് വിവാഹത്തിന് കാലതാമസം വരേണ്ട സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന തീർച്ചയായിട്ടും നടത്തുന്നത് ഉചിതമായിരിക്കും. അതുപോലെ തന്നെ ചൊവ്വ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർ പല വിധത്തിലുള്ള അഭിഷേകങ്ങൾ സുബ്രഹ്മണ്യനുണ്ട്. പാല്, പഞ്ചാമൃതം, ഭസ്മാഭിഷേകം, അതുപോലെ തന്നെ പനിനീര്, കരിക്ക്, നമുക്ക് ഇഷ്ടമുള്ള അഭിഷേകങ്ങൾ നടത്താം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ആ ദോഷം മാറുമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. പിന്നെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പല വിധത്തിലുള്ള അർച്ചനകൾ നമുക്ക് നടത്താം. ഭാഗ്യസൂക്തം, കുമാരസൂക്തം, സുബ്രഹ്മണ്യ കവചാർച്ചന, ഇങ്ങനെയുള്ള അർച്ചനകളൊക്കെ നടത്തി നമ്മൾ ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സഹായകരമായും. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൊവ്വയുടെ ദേവനെന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്.